പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലുണ്ടായ വാഹനാപകടമാണ് ഇന്ന് രാവിലെ തന്നെ നമ്മളെ തേടിയെത്തിയത്. 4 മരണമാണ് സംഭവിച്ചത്. അതും ഒരു കുടുംബത്തിലെ തന്നെ 4 പേർ മരിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള വലിയ ആഴത്തിലുള്ള അപകടമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എനിക്ക് തോന്നുന്നു 4 മണിക്കാണ് ഏകദേശം അപകടം സംഭവിച്ച സമയമെന്ന് പറയുന്നത്. അപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയത് നാട്ടുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ജനപ്രതിനിധികളുണ്ടോ? നേരത്തെ SP വന്നിരുന്നു എന്ന് പറഞ്ഞു. ഔദ്യോഗികമായി അദ്ദേഹം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവരെന്താണ് ഈ അപകടത്തെക്കുറിച്ച് പറയുന്നത്? സ്ഥിരമൊരു അപകട മേഖലയാണ് ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത എന്ന ജനപ്രതിനിധികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അത് നമുക്കും അതിലൊരു ഭിന്നാഭിപ്രായമല്ല. കാരണം ഈ ഒരു ദിവസം ശബരിമല തീർത്ഥാടകരുടെയോ അല്ലാത്ത ആളുകളുടെയോ അപകട വാർത്തയില്ലാതെ ഈ പുനലൂർ മൂവാറ്റുപുഴ ദേശീയ സംസ്ഥാന പാതയിൽ നിന്ന് ഇത്തരത്തിലുള്ള അപകട വാർത്ത ഇല്ലാതിരിക്കില്ല. കാരണം സ്ഥിരം അത്തരത്തിലുള്ള അപകട വാർത്ത ഈ മണ്ഡലകാലത്ത് കാര്യമായ രീതിയിൽ മരണങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവിച്ചത് ഈ ഏറ്റവും ഒടുവിൽ 4 പേർ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, വളവ് നികത്തിയിട്ടില്ല എന്നൊക്കെ പതിവ് ആരോപണങ്ങൾ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. സ്ഥലമേറ്റെടുക്കുന്ന സമയത്ത് ഉള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ നിരവധി തവണ ഉയർത്തുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം ഈ ഒരു മരണം സംഭവിച്ചു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം പറയാൻ കഴിയുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഈ മൃതദേഹങ്ങളുള്ളത് ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലുമാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി ഈ മൃതദേഹങ്ങൾ മാറ്റും. അത് തൊട്ടടുത്ത പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് തന്നെയായിരിക്കും മാറ്റുക. ഈ ഏറ്റവും ഒടുവിൽ 28/11/2024 ഇവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് എന്ന് രാജപ്പൻ റാവുത്തർ അല്പസമയം മുമ്പ് കോന്നി DYSP നമ്മോട് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ വിവാഹം കഴിഞ്ഞ് മലേഷ്യയിലേക്ക് പോയി തിരികെ മടങ്ങി വരികയായിരുന്നു നിഖിലും അതുപോലെ തന്നെ മറ്റ് പെൺകുട്ടിയായ അനുവും യുവതിയായ അനുവും അങ്ങോട്ട് മടങ്ങി വരികയായിരുന്നു. എന്തായാലും ആ മടങ്ങി വരുന്ന സമയത്താണ് ഇരുവരുടെയും അച്ഛന്മാർ അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ എയർപോർട്ടിലേക്ക് പോയിട്ടുള്ളത്. സ്വാഭാവികമായി ഈ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് തിരിച്ച് അവരെ സ്വീകരിച്ച് കൊണ്ടുവരികയായിരുന്നു, അവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ സമയത്താണ് ഈ കോന്നി ഈ പ്രദേശത്ത് വെച്ച് അപകടം നടക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് വെച്ച് നടന്ന അപകടത്തിൽ വലിയ തോതിൽ ആളുകൾ ആ പ്രദേശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്തി അതിനുശേഷം വളരെ കൃത്യമായ രീതിയിൽ ആളുകളെ ആ പ്രദേശത്ത് നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞു. അതിൽ ആ സമയത്ത് ഈ അനുവിന് മാത്രമേ, ഈ യുവതിക്ക് മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ ഏതാണ്ട് 10% ജീവൻ ഉണ്ടായിരുന്നുവെന്ന് അവരെ പുറത്തെടുത്ത ആളുകൾ തന്നെ നമ്മോട് വ്യക്തമാക്കുന്നുണ്ട്. അവരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ദുഃഖകരമായ ആ വാർത്തയും നമുക്ക് ലഭിക്കുന്നത്. അവരും മരിച്ചു എന്നത്. മറ്റ് 3 പേരെ വെട്ടിപ്പൊളിച്ചാണ്, ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചാണ് ഫയർഫോഴ്സ് പുറത്തെടുക്കുന്നത്. എന്തായാലും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഈ 3 പേരുടെ മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുന്നത്. അവിടെ നിന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഒരു മൃതദേഹമുള്ളത് ഇപ്പോൾ ഇവിടെയാണ്, ഈ പറയുന്ന പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലാണ്. അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അനുവിനെ അവിടേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർമാരടക്കം നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ രാവിലെ തന്നെ നടക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. പക്ഷേ വേദനാജനകമായ കാര്യമാണ്, സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അതിനുശേഷം ഇത്തരത്തിലൊരു ഈ അപകട സ്ഥലത്ത് ആദ്യം എത്തിയത് ശ്രീത്താണെന്ന് മനസ്സിലാക്കുന്നു. അവിടുന്ന് ആദ്യ ഫുട്ടേജ് ലഭിച്ചപ്പോൾ തന്നെ ഈ ഇടിയുടെ ആഘാതം അത് എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമായതാണ്. കാരണം അത് കാറാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്രമാത്രം അത് പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, അത്ര വലിയ ഇടിയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവൻ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇടി അത്രമാത്രം വലിയ ഇടിയായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അമിതവേഗം ഉണ്ടായിരുന്നു എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ്. ഈ ബസ്സിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ആ ബസ്സിൽ സഞ്ചരിച്ചവരൊക്കെ എവിടുത്തുകാരാണ്? ഈ ബസ്സിൽ ഡ്രൈവറോ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഈ അപകടത്തെക്കുറിച്ച് ഒരു പക്ഷേ കൂടുതലായി പറയാൻ കഴിയും അവർക്ക്. അത്തരം പ്രതികരണങ്ങൾ നമ്മൾ തേടിയിട്ടുണ്ടോ ശ്രീത്? പ്രജിൻ, നമ്മൾ തന്നെയാണ് 24 വാർത്താ സംഘമാണ് ഏറ്റവും ആദ്യം ഈ അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നത്. ആ സമയത്ത് നമ്മെ 4 മണിക്ക് തന്നെ നമ്മുടെ പ്രാദേശിക ലേഖകൻ അനു ഇളവള്ളൂരാണ് ഈ വാർത്ത വിളിച്ചറിയിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റിനകം തന്നെ നമുക്ക് ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞു. രാത്രി കാര്യമായ ട്രാഫിക്, പുലർച്ചെയായതുകൊണ്ട് കാര്യമായ ട്രാഫിക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു.
പക്ഷേ അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ആളുകളെ പുറത്തേക്ക് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് അവസാന ആളെയും കൊണ്ട് ആംബുലൻസ് മടങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. പിന്നീടാണ് വാഹനം നമ്മൾ കാണുന്നത്. വാഹനത്തിന്റെ അവസ്ഥ ഏതാണ്ട് ഒരു പപ്പടം കണക്കെ ഒടിഞ്ഞ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാറിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന ചോദ്യത്തിന് പോലും കൃത്യമായ വ്യക്തമായ ഒരു മറുപടി ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കൂടുതൽ പോലീസിലെ കൂടുതൽ CI അടക്കമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ ലഭ്യമാക്കി തുടങ്ങി. അപ്പോഴാണ് ഈ പേരുവിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. മല്ലശ്ശേരി സ്വദേശികളാണ്, കോന്നി സ്വദേശികൾ തന്നെയാണ് എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കി തുടങ്ങി. നേരത്തെ പ്രജിൻ ചോദിച്ച ചോദ്യം ഈ അയ്യപ്പന്മാർ എവിടുത്തുകാരാണ് എന്നാണ്. ആ വാഹനം എവിടുത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്റ്റേറ്റിലെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്, തെലങ്കാന സ്റ്റേറ്റിലെ ഹൈദരാബാദിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. പക്ഷേ അവരുടെ വാഹനം കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അവരുടെ ഒരേ കൃത്യമായ ദിശയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ വാഹനം എത്രയും പെട്ടെന്ന് ചവിട്ടി നിർത്താൻ അവർക്ക് കഴിഞ്ഞുവെന്ന് പറയുന്നുണ്ട്. ഈ വാഹനം കിടക്കുന്നത്, പക്ഷേ ഈ കാർ കിടക്കുന്നത് തെറ്റായ ദിശയിലാണ്. ഇടിച്ചു കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പ്രതികരണം തേടുന്ന സമയത്ത് അവരെല്ലാവരും തന്നെ പേടിച്ചിരിക്കുകയായിരുന്നു. അവരാരും തന്നെ ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ വരാൻ അയ്യപ്പന്മാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാവരും തന്നെ ഭയപ്പെട്ടിരുന്നു. കാരണം അത്ര വലിയൊരു അപകടമാണ് അവരുടെ മുൻപിൽ അവർ കണ്ടിട്ടുള്ളത്. ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ആണ് ഈ ഒരു അപകടം നടക്കുന്നത്. എന്തായാലും അപ്പോൾ തന്നെ അതിലൊരു സ്വാമിക്ക് അയ്യപ്പന് പരിക്കേറ്റിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകന് പരിക്കേറ്റിട്ടുണ്ട്. അത് കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അയാളെ എന്തായാലും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മാറ്റി. കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല, ചെറിയ നിസ്സാര പരിക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അമിത വേഗത എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുമ്പോൾ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ കുറിച്ചൊക്കെ നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ജനപ്രതിനിധികളും മറ്റുമൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ സൈൻ ബോർഡുകളില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നാട്ടുകാരും ജനപ്രതിനിധികളും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ഈ റോഡ് എന്തായാലും പോലീസ് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. 4 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്ന. പേരുവിവരങ്ങൾ ഇപ്രകാരമാണ്: നിഖിൽ ഈപ്പൻ മാത്യു, അതുപോലെ തന്നെ നിഖിൽ, ഇരുവരുടെയും അച്ഛന്മാരായ ഈപ്പൻ മാത്യു, ഈപ്പൻ, ബിജു മാത്യു എന്നിവർക്കാണ് ഇപ്പോൾ അപകടത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. 4 പേർ മല്ലശ്ശേരി സ്വദേശികളാണ്, കോന്നി മല്ലശ്ശേരി സ്വദേശികളാണ്. എല്ലാവരുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ശ്രീകുമാറിനാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന, നമ്മളെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് പ്രഭാതത്തിൽ പുറത്തുവരുന്നത്. ഈ ഞായറാഴ്ച ദിനം മറ്റൊരു കരിദിനമായി മാറുന്നു. നമ്മൾ പാലക്കാട്ടെ സംഭവങ്ങൾ കണ്ടതാണ്. പനയമ്പാടത്ത് 4 കുഞ്ഞുങ്ങൾ അതിദാരുണമായി ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്, ഞെട്ടലോടെ അറിഞ്ഞതാണ്. അതിൽ റോഡിന്റെ അശാസ്ത്രീയത, വാഹനങ്ങളുടെ അമിതവേഗം ഇതൊക്കെ കാരണമായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ശബരിമല പാതയാണ്, മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയാണ്. അവിടെയാണ് മുറിഞ്ഞകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അപകടം ഉണ്ടായത്. പുലർച്ചെ നടന്നൊരു അപകടമാണ്. അതിൽ മരിച്ച 4 പേർ, നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽപ്പെട്ട 4 പേരാണ് അതിദാരുണമായി അപകടത്തിൽ മരിച്ചത്. അതിൽ ഏറ്റവും ഒടുവിൽ വിവാഹിതരായ 2 പേരുണ്ട് എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. നിഖിലും അനും. നിഖിൽ കാനഡയിൽ ജോലി ചെയ്യുന്നയാളാണ്. കല്യാണത്തിനായി നാട്ടിലേക്ക് വന്നതാണ്. ഈ കഴിഞ്ഞ നവംബർ മാസം 30-നായിരുന്നു കല്യാണമെന്ന് മനസ്സിലാക്കുന്നു. ആ വിവാഹത്തിന് ശേഷം യാത്രയ്ക്കായി ഇരുവരും മലേഷ്യയിലേക്ക് പോയതാണ്. തിരികെ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് തിരികെ എത്തുന്ന ദിവസമാണ് ഇന്ന്. എയർപോർട്ടിലേക്ക് അവരെ കൂട്ടാൻ പോയത് അവരുടെ അച്ഛന്മാർ തന്നെയാണ്. പക്ഷേ 4 പേരും ചേർന്ന് ആ യാത്രയുടെയൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ചെറിയ യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണാം. ഇത്രയും ദിവസം പുറത്തോട്ട് പോയി വന്ന 2 പേരാണ്. അവരെ കണ്ട സന്തോഷത്തിലാണ് അച്ഛന്മാർ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടില്ല. 4 പേരും ചേർന്ന് വീട്ടിലേക്ക് മടങ്ങവെയാണ് മരണം ഈ അപകടത്തിന്റെ രൂപത്തിൽ അവരെ തേടിയെത്തിയത്. 4 ജീവനുകൾ വീണ്ടും നിരത്തിൽ പൊലിയുന്നു. ഒരിക്കൽ കൂടി ആ പേരുവിവരങ്ങളിലേക്ക്: നിഖിൽ ഈപ്പൻ മത്തായി എന്നാണ് മുഴുവൻ പേര്. നിഖിൽ ഈപ്പൻ മത്തായി. മറ്റേത് അനു ആണ്. ഇവരുടെ അച്ഛന്മാരായ, അതായത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജ്, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ. ഈ 4 പേരാണ് ഈ അപകടത്തിൽ അതിദാരുണമായി മരിച്ചത്. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഏത് ആശുപത്രിയിലാണുള്ളത്? ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചിരുന്നു ബന്ധുക്കൾ വിവരം അറിഞ്ഞിട്ടില്ല എന്ന്. അവരുടെ അവസ്ഥ എന്താണ്? അവരെ വിവരം അറിയിച്ചോ? പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച നടപടിക്രമങ്ങളൊക്കെ ഇനി എങ്ങനെയായിരിക്കും?
ശ്രീനിത ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചു കഴിഞ്ഞു. അവരോടൊക്കെ പരിക്കൊക്കെ ഗുരുതരമാണ് എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ആശുപത്രിയിലുള്ള ആളുകളും പോലീസും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. നാട്ടുകാരെന്തായാലും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. നാട്ടുകാരനാണോ ഈ മേഖലയിലുള്ള അവർ ബന്ധുക്കളാണല്ലേ? അവരെ ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്നു. നമുക്ക് അവരുടെ പള്ളിയിലെ പിതാവടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതികരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാക്കേണ്ടതില്ല. അതാണ് നമ്മുടെ തീരുമാനം. കാരണം അവർ അത്രത്തോളം വിഷമിച്ച് ഇരിക്കുന്നൊരു സമയമാണ്. അവരുടെ വൈദികനായ ആൾ നമ്മോടൊപ്പം ചേരുമ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാം. എത്ര കാലമായി അദ്ദേഹവും സംസാരിക്കാൻ തയ്യാറല്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അപകട വാർത്ത അവർ വളരെ ഞെട്ടലോടുകൂടി മാത്രമേ അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് നൽകാൻ വേണ്ടി കഴിയുകയുള്ളൂ. വളരെ ഞെട്ടലോടുകൂടി മാത്രമേ അവർക്ക് ഈ ഒരു വാർത്ത സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഞെട്ടൽ തന്നെയാണ്. ചേട്ടൻ ആ നാട്ടുകാരനാണോ? അല്ലല്ല, ഞാൻ ഈ കോന്നിക്കാരനാണ്. ഈ പ്രദേശത്ത് സ്ഥിരം ആ പ്രദേശം സ്ഥിരം അപകടം സംഭവിക്കുന്ന സ്ഥലമാണ്. അത് റോഡ് ഭയങ്കര സ്ലിപ്പ് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് സത്വര നടപടി സ്വീകരിച്ച് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കണം. ആംബുലൻസ് ഡ്രൈവർമാരുടെ ഒരു സേവനത്തെ നമുക്ക് ഒരു കാരണവശാലും വില കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. ചേട്ടൻ നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ പറഞ്ഞ അനു ഇങ്ങോട്ട് വരാമോ? ജീവൻ ഉണ്ടായിരുന്നോ? അനുവിന് മാത്രം ജീവനുണ്ടായിരുന്നു, വേറെ ആർക്കും ജീവനില്ലായിരുന്നു. പിന്നീട് മുത്തൂട്ട് ആശുപത്രി കൊണ്ട് പോകുന്ന വഴിക്ക് ഉണ്ടായി. തീർച്ചയായും ചേട്ടനാണ് ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. നിഖിൽ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവസാന വിവാഹം കഴിഞ്ഞ 28/11/2024 നേരത്തെ KUG അനീഷ് കുമാർ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ആ വിവാഹം കഴിഞ്ഞ ആളുകളുള്ളത്. എന്തായാലും ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ വളരെ സേവന സന്നദ്ധരായി നിൽക്കുന്നുണ്ട്. അവർ വലിയ തോതിൽ നമുക്ക് ബന്ധുക്കളാണ്, ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ബന്ധുക്കളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസാരിക്കാൻ ബന്ധുക്കളാണോ? ബന്ധുവല്ല, എൻ്റെ സുഹൃത്തുക്കൾ, അറിയാവുന്നവരാ. ഈ നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 30-ാം തീയതി. എന്നിട്ട് അവർ ഈ നിഖിൽ എന്താണ് ജോലി ചെയ്യുന്നത്? എന്താണ്? നിഖിൽ കാനഡയിലായിരുന്നു. അപ്പോൾ അവർ മലേഷ്യക്ക് സിംഗപ്പൂരൊക്കെ കാണാൻ പോയതായിരുന്നു, ട്രിപ്പ് പോയതായിരുന്നു. ഈ രണ്ടുപേരും കൂട്ടാൻ വേണ്ടി പോയതാണോ? മറ്റു രണ്ടുപേരും കൂട്ടാൻ വേണ്ടി? അതെ, അച്ഛന്മാർ. ഇന്നലെ രാത്രി പോയതാണല്ലേ? രാത്രി പോയി. ഈ പ്രദേശത്ത് ഈ രണ്ടുപേരും അച്ഛന്മാർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? പഞ്ചായത്ത് മെമ്പറാണ്. അച്ഛന്മാർ രണ്ടുപേരും ഇപ്പം നാട്ടിൽ തന്നെ ഉണ്ട്. ഒരാൾ എക്സ് സർവീസാണ്, ഒരാൾ ഗൾഫിലായിരുന്നു. പഞ്ചായത്ത് അംഗം അവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ആ പഞ്ചായത്ത് അംഗമാണ് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പഞ്ചായത്ത് മെമ്പർമാരടക്കം ഈ ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറാണ്. എന്തായാലും നമുക്ക് അദ്ദേഹം അപ്പുറത്തോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് ബാക്കി 3 മൃതദേഹങ്ങളുള്ളത്. ആ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. എന്തായാലും വളരെ വേദനാജനകം, അതിനപ്പുറത്തേക്ക് ഞെട്ടിക്കുന്ന വാർത്ത. ഇങ്ങനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാണ് എല്ലാ ദിവസവും രാവിലെ ഉണർന്നെണീക്കാറ്. പക്ഷേ സങ്കടത്തിൻ്റെ ഈ ഒരു വാർത്ത തന്നെയാണ് ഇന്നും നമുക്ക് നൽകാനുള്ളത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞകൽ മേഖലയിൽ അപകടം സംഭവിച്ചിട്ട് നമ്മോടൊപ്പം പഞ്ചായത്ത് അംഗം കൂടി ചേരുന്നു. ആംബുലൻസ് ഡ്രൈവർമാരാണല്ലേ? ചേട്ടൻ ആ പ്രദേശത്തുണ്ടായിരുന്നില്ലേ? ഇല്ലില്ല, ഞാൻ ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് നമ്മുടെ ഈ സാന്ത്വനം എന്ന് പറഞ്ഞ ആംബുലൻസ് പോയി എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്ന സംഭവം. പിന്നെ ഞാനും ഇവിടുന്ന് എടുത്തുകൊണ്ട് പകുതിക്കായപ്പോൾ ഒരു ലേഡിയാണ് ആദ്യമേ കൊണ്ടുവന്നത്. അപ്പം പുള്ളിക്കാരെ തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടി പത്തനംതിട്ടയ്ക്ക് മാറ്റാനും വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്നെയും വിളി വന്നുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ നേഴ്സിൻ്റെ ഉള്ള വണ്ടിയിലെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ 108 കയറ്റിയിട്ടാണ് ഞാൻ പിന്നെ പോയി. അവിടെ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു? അതിന് മുന്നേ മരിച്ചു. ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ ഡെത്തായെന്ന നേഴ്സ് സ്റ്റാഫ് പറഞ്ഞത്. സ്ഥിരം ഇങ്ങനെ നിങ്ങൾ ഒരുപാട് പേരെ എടുക്കാറുള്ളതല്ലേ സ്ഥിരം ഇങ്ങനെ? അതെ, നമ്മൾ ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ ഇതിൽ വെച്ചിട്ട് കുറേ കേസുകൾ നമ്മൾ പഞ്ചായത്ത് അംഗം കൂടി നമ്മോടൊപ്പം മെമ്പർ ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറാണോ? പേരെന്തായിരുന്നു? അനന്തവല്ലിയമ്മ. ഈ കുടുംബമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതല്ലേ? നല്ല ബന്ധമാണ്, കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. ഇവരെ ഇപ്പോൾ വിദേശത്തേക്ക് പോയതാണോ? ട്രിപ്പിന് വേണ്ടി പോയത്? പോയി മോനെ വിളിച്ചോണ്ട് വരാൻ പോയതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. രാവിലെ മുറിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. കൃത്യമായിട്ട് വിവരം അറിഞ്ഞില്ല, എങ്കിലും അവിടെ ഉള്ളവരെല്ലാം വിളിച്ചു, ഗ്രൂപ്പിലൊക്കെ ഇട്ടു, അങ്ങനെ വിവരം അറിഞ്ഞത്. ഈ മറ്റു നടപടിക്രമങ്ങൾ ഇവിടുന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകല്ലേ? പത്തനംതിട്ട പോലീസ് അധികാരികളുടെ ഇതിലെ ഒരു നിർദ്ദേശം അനുസരിച്ച് പത്തനംതിട്ട
തീർച്ചയായും മെമ്പർ അതാണ് പറയുന്നത്. എന്തായാലും അയലോക്കാണ്. ഇവരെന്നാണ് ചേട്ടാ പോയത്? ഇവർ പോയിട്ട് എത്ര ദിവസമായി? രണ്ടാഴ്ചയായോ? രണ്ടാഴ്ചയില്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. നവംബർ 30 ആയിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ടായി ഒരു മലേഷ്യ ടൂറ് പോയതാണ്. അവരെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നപ്പോൾ അവരെ വിളിക്കാൻ പോയതാണ്. അമ്മായിയപ്പനും രണ്ടുപേരും അമ്മായിയപ്പന്മാർ രണ്ടും കൂടെ ഇവരെ രണ്ടുപേരും കൂടെ വിളിക്കാൻ പോയതാണ്. പിന്നെ ഇപ്പോൾ വെളുപ്പിനെ എൻ്റെ വീടിൻ്റെ പരിസരത്താണോ? വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ വീട്. ഈ അനുവിൻ്റെ വീട് എവിടെയാണ് അപ്പോൾ? അനുവിൻ്റെ വീട് വട്ടക്കുളഞ്ഞി ഈട്ടുമുട്ടി പഠിക്കുന്ന അങ്ങോട്ട് വട്ടക്കുളഞ്ഞി എന്ന് പറയും. ഈ നിഖിലിൻ്റെ ഫാദറിൻ്റെ സുഹൃത്താണ് അപ്പോൾ? ആര്? ഞാനോ? അല്ല, അനുവിൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ വീടാണ് എൻ്റെ വീട്. ഫാദറിൻ്റെ സുഹൃത്ത്? അതെ, അത് ബിജുവിൻ്റെ. ഇന്നലെ രാത്രിയാണോ ഇവർ പോയത്? ഇല്ല, ഇവർ വിളിക്കാൻ പോയത് ഇന്നലെയാണ്. അവർ നേരത്തെ പോയതല്ലയോ. കല്യാണം 1 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഇവർ ടൂറ് പോയതാണ്. പോയിട്ട് അവർ എയർപോർട്ടിൽ വന്നപ്പോൾ അവരെ വിളിക്കാൻ പോയ പോക്കാം. വീട്ടിലെ വാഹനം തന്നെയാണല്ലേ? വീട്ടിലെ വാഹനം തന്നെയാണ്. തീർച്ചയായും അവരൊക്കെ പ്രതികരിക്കുമ്പോൾ അവരൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അവരെന്നല്ല, ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹത്തോടു കൂടിയാണ് രാവിലെ കണ്ണു തുറക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും അത്തരത്തിലുള്ള വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പാലക്കാട്ടെ അപകട വാർത്ത കണ്ട് ഞെട്ടൽ അല്ലെങ്കിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു നാടിന് മുൻപിലേക്ക് തൊട്ടടുത്ത് വീണ്ടും ഒരു 4 മരണം കൂടി. അത് പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിന്ന് മുറിഞ്ഞകൽ മേഖലയിൽ. അപകട മരണങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ അതിന്റെ ആഘാതം നമ്മുടെ മനസ്സിലേക്ക് വരികയും പിന്നീട് അത് നമ്മളെ വിട്ടുപോകാൻ ഒരുപാട് നാളെടുക്കുകയും ചെയ്യും.